ശശി തരൂർ വീണ്ടും കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കോൺഗ്രസും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. തരൂർ മറ്റൊരു ലോകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം. BJP കൊത്തിപ്പോയി, മോദി കൊത്തിപ്പോയി, പോയേ പോച്ച്. ഈ അവസ്ഥയിലായി കോൺഗ്രസ്. ഇപ്പോൾ ഏറ്റവും നല്ല റിസോഴ്സ് കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഇൻ്റലക്ച്വൽ, സോഷ്യൽ, വൈബ്രന്റ് റിസോഴ്സ് അതാണ് തരൂർ. പക്ഷേ നല്ല ഒന്നാന്തരം ബെൻസ് കാറ് കൊണ്ട് കൈ കൊടുത്തിട്ട് വളയം പിടിക്കാൻ അറിയാത്തവൻ്റെ കയ്യിൽ അത് കൊടുക്കുന്നതിന്, താക്കോല് കൊടുക്കുന്നതിന് തുല്യമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി ഒരുപക്ഷെ തരൂരിനെ കൈകാര്യം ചെയ്തത്. തരൂർ വലിയ വീരനാണ്. അദ്ദേഹം അന്താരാഷ്ട്ര നയതന്ത്രം അരച്ച് കലക്കി കുടിച്ച ആളാണ്. അപ്പോൾ തിമിംഗലത്തെ, കടലിൽ നീന്തിയ തിമിംഗലത്തെ ലോക്കൽ പഞ്ചായത്തിലെ മീൻകുഞ്ഞായി കണ്ട് നീന്തൽ പഠിപ്പിക്കാൻ ട്രെയിനറെ ഏർപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് തരൂരിൻ്റെ വലിപ്പം അറിയാം, തരൂരിൻ്റെ ബ്രാൻഡ് മൂല്യം അറിയാം, വിപണി സാധ്യതകൾ അറിയാം, സ്വയം വിൽപ്പനയ്ക്ക് വയ്ക്കാനും അറിയാം. പുസ്തകങ്ങൾ മാത്രമല്ല അദ്ദേഹത്തിന് വിൽക്കാനാവുന്നത്, ആശയങ്ങളും വിൽക്കാൻ അറിയാം. അതുകൊണ്ട് എന്താണ് ഹിന്ദുത്വ, തരൂർ ആഗ്രഹിക്കുന്ന ഹിന്ദുത്വ എന്നത് വിൽക്കാൻ അറിയാം. മോദിയുടെ ഹിന്ദുത്വ അല്ലെങ്കിൽ BJPയുടെ ഹിന്ദുത്വ തരൂരിൻ്റെ ഹിന്ദുത്വ അല്ല എന്നും അറിയാം. പക്ഷേ മോദി ഇപ്പോൾ തമ്പുരാനാണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദി ഇപ്പോൾ നല്ല നിലയിലാണ്. കോൺഗ്രസ് പാർട്ടി വിചാരിച്ചാൽ അദ്ദേഹത്തെ കാര്യമായി ഇന്ത്യക്ക് വേണ്ടി ഉപയോഗിക്കാനാവില്ല. പരമാവധി നൽകാനാവുന്നത് ഒരു പ്രതിപക്ഷത്തെ ഒരു പ്രമുഖ സ്ഥാനമാണ്, പാർലമെന്റിൽ ഡിബേറ്റിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. അത് വേണ്ട രീതിയിൽ കിട്ടുന്നില്ല എന്ന പരിഭവം തരൂരിനുണ്ട്. അതൊരു വശത്ത്. മറുവശത്ത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അത് സ്വയം കഴിവ് തെളിയിച്ച് അവസാനം കോൺഗ്രസ് പാർട്ടി മനസ്സില്ലാ മനസ്സോടെ കൊടുക്കേണ്ടി വന്നതാണ്. സംഘടനാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ധൈര്യപൂർവ്വം മത്സരിച്ചു. സോ ഹി ഹാസ് എ ഫൈറ്റർ ഇമേജ് ഓഫ് എ ഫൈറ്റർ. നല്ല കാര്യം. അപ്പോൾ തരൂരിനെ ഒഴിവാക്കാനാവും. തിരുവനന്തപുരം മണ്ഡലം ജയിച്ചു വരണമെങ്കിൽ തരൂർ അല്ലാതെ ഭൂമി മലയാളത്തിലെ ഒരു കോൺഗ്രസ്സുകാരൻ വിചാരിച്ചാൽ BJP പരാജയപ്പെടുത്തി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കാനാവില്ല തന്നെ. അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് തരൂരിനെയാണോ, തരൂരിന് കോൺഗ്രസ് പാർട്ടിയാണോ ഏറെ വേണ്ടത് എന്നാണ് ചോദ്യം. അപ്പം നല്ലൊരു അവസരം വന്ന് മുട്ടിവിളിച്ചു. അവസരങ്ങൾ മുട്ടിവിളിക്കുമ്പോൾ കഥക് തുറക്കാനുള്ള ഒരു വൈഭവം തരൂരിന് പണ്ടേ ഉണ്ട്. അതുകൊണ്ടാണ് തരൂർ ഒരു സമയം നോക്കിയപ്പോൾ കൊള്ളാം, നല്ല സമയമാണ്. 16 വർഷം താൻ പാർലമെൻറ്റ് അംഗമായിരുന്നു. എന്ത് നേടി? പാർലമെന്റ് അംഗം എന്ന നിലയിൽ മാത്രം അറിയപ്പെടേണ്ട ഒരു ആളല്ല വിശ്വപൗരനായ. അദ്ദേഹത്തിന്റെ ബയോഡേറ്റയിലെ ഏറ്റവും അവസാനത്തെ ഒരു കാര്യമായിരിക്കും തിരുവനന്തപുരത്തെ MP എന്നുള്ളത്. അദ്ദേഹം എഴുത്തുകാരനാണ്, വിഖ്യാതനാണ്, അണ്ടർ സെക്രട്ടറി ജനറലാണ്, പിന്നെ തിരുവനന്തപുരത്തെ MP-യും കൂടെ ആണ്. അതിനെന്ത് കഷ്ടപ്പെട്ടാണ്. കോൺഗ്രസ്സുകാരുടെ വലിയ സഹകരണമൊന്നും ഇല്ലാതെ ജയിച്ചതിൻ്റെ ബുദ്ധിമുട്ട് തരൂരിനറിയാം. തരൂർ സ്വന്തമായി ഡെവലപ്പ് ചെയ്ത ടീം. പിന്നെ UDF-ന്റെ കോർ വോട്ടുണ്ട്, ഇല്ലെന്ന് പറയാനൊക്കെ ഇല്ലല്ലോ. UDF-ന്റെ ഒരു പാർട്ടിയുടെ പിൻബലമില്ലാതെ എങ്ങനെയാണ് തരൂരിന് ഒറ്റയ്ക്ക് ജയിച്ചു വരാൻ കഴിയുക? അതുമില്ല. പാർട്ടിയെ പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല. പക്ഷെ പാർട്ടിയോട് ചോദിച്ചിട്ടല്ല പലപ്പോഴും തരൂർ തീരുമാനങ്ങൾ എടുക്കുന്നതും പ്രസ്താവനകൾ നടത്തുന്നതും. നോക്കൂ, മോദി തരൂറിന് ഒരു അവസരം കൊടുത്തു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഓപ്പറേഷൻ സിന്ദൂർ വിവരിക്കാൻ അമേരിക്ക വരെ ഒന്ന് പോകണം, ലാറ്റിൻ അമേരിക്കയിലും പോകണം. അതിനു മുമ്പ് കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഒരു മാന്യതയുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയോടൊന്ന് ചോദിക്കാമായിരുന്നല്ലോ, ഞാനൊന്ന് പൊയ്ക്കോട്ടോ എന്ന് ചോദിക്കാമായിരുന്നല്ലോ. അതിന് പോലും സന്നദ്ധമാകാതെ വിളി കിട്ടിയ പാടെ പെട്ടിയും കിടക്കയോട് ഒറ്റ പോകാണ്. ഇത് കോൺഗ്രസിന് ഉൾക്കൊള്ളാൻ, കാരണം സംഘടനാ അച്ചടക്ക ലംഘനം. അത് മാത്രമല്ല അവിടെ ചെന്ന് പറഞ്ഞത് എന്താ? കോൺഗ്രസിൻ്റെ ഭരണകാലത്തെ ഒന്നും സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടില്ല. മോദി എന്ന പൊന്നുതമ്പുരാൻ വന്നപ്പോഴാണ് സർജിക്കൽ സ്ട്രൈക്കിലേക്ക് നീങ്ങിയത്. 2016 ഉറി ആക്രമണത്തിന് ബദലായി സർജിക്കൽ സ്ട്രൈക്ക്, പിന്നെ പുൽവാമ, ഇപ്പോൾ ഇതാ പുതിയ ആരോപണം, പുതിയ നീക്കങ്ങൾ. ഇതൊക്കെ വിശദീകരിക്കാൻ തരൂർ ശ്രമിക്കുമ്പോൾ ഓരോ വാക്കും തരൂറിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മോദി സ്തുതിയായി മാത്രമേ കോൺഗ്രസ്സിന് ഫീൽ ചെയ്യുന്നുള്ളൂ. പക്ഷെ തരൂർ എടുത്തണിഞ്ഞിരിക്കുന്ന ഒരു പടച്ചട്ടയുണ്ട്, കവചകുണ്ടലമുണ്ട്. അത് ദേശീയതയുടെയും ദേശസ്നേഹത്തിൻ്റെയും പെട്രിയോട്ടിസത്തിൻ്റെ വലിയ ഉരുക്ക് കവചമാണ്. ഇത് ഭേദിക്കാനാവില്ല. കോൺഗ്രസിൻ്റെ മിസൈലുകൾക്ക്, അടിപ്പാരകൾക്ക് ഭേദിക്കാനാവാത്ത ഒന്നാന്തരം കവചകുണ്ടലമാണ് തരൂർ അണിഞ്ഞിരിക്കുന്നത്. ഈ ഒരു കവചകുണ്ടലം മതിയാകും തരൂർ ഏറെക്കാലം മുന്നോട്ട് പോകാൻ. അപ്പോൾ തനിക്ക് മുൻഗാമിയുണ്ട്. KR നാരായണൻ മുൻഗാമിയാണ്.
അദ്ദേഹം ഒറ്റപ്പാലത്ത് സംവരണ മണ്ഡലത്തിൽ മത്സരിച്ചു. 1984 ജയിച്ചു. കേന്ദ്രമന്ത്രിയായി ചെറിയ തോതിലെ തുടക്കം. അദ്ദേഹം നയതന്ത്രജ്ഞനായിരുന്നു, അംബാസഡറായിരുന്നു. അദ്ദേഹത്തിന് പിന്നീട് വൈസ് പ്രസിഡന്റ് സ്ഥാനം, പിന്നീട് പ്രസിഡന്റ് സ്ഥാനം. ഒരു മലയാളിക്ക് എത്താവുന്ന, ഒരു ഭാരതീയന് എത്താവുന്ന ഏറ്റവും ഉന്നത സ്ഥാനം. അതൊന്നും ആയിരിക്കില്ല തരൂർ ആഗ്രഹിക്കുന്നത്. അതൊക്കെ മേലെ ഭാരതത്തെക്കുറിച്ച് ലോകം കാണുന്നത് തരൂറിൻ്റെ കണ്ണുകളിലൂടെയാണെങ്കിൽ എന്താ ദോഷം? തരൂരിന് നല്ലതല്ലേ? ഇന്ത്യ എങ്ങനെ ചിന്തിക്കുന്നു, സിവിലൈസേഷൻ ഇന്ത്യ എങ്ങനെ ചിന്തിക്കുന്നു, പൊളിറ്റിക്കൽ ഇന്ത്യ എങ്ങനെ ചിന്തിക്കുന്നു, സൈനികമായ ഇന്ത്യ എങ്ങനെ ചിന്തിക്കുന്നു, വാട്ട് ഈസ് ഇന്ത്യസ് ഔട്ട്ലുക്ക് ടു ദ വേൾഡ്, ദിസ് കംസ് ഫ്രം ദ മൗത്ത് ഓഫ് നൺ അതർ ദാൻ ശശി തരൂർ. എന്താ മോശമാണോ? ഇത് തരൂരിൻ്റെ ആഗ്രഹമല്ലേ? ഇതിനേക്കാൾ വലിയ ആനന്ദ ലബ്ധിക്ക് ഇനി എന്ത് വേണ്ടു? ഇതാണ് തരൂരിൻ്റെ മനസ്സ്. അപ്പോൾ ഈ നിലമ്പൂരിലെ ഒരുപക്ഷെ UDF വിജയം ഉണ്ടാക്കുകയാണെങ്കിൽ അവർ തന്നെ കാണുന്നുണ്ടാകും, തരൂര് വന്നില്ലെങ്കിൽ എന്താ കുഴപ്പം? തരൂരിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും തരൂരിനെ ഈ 140 മണ്ഡലങ്ങളിലും ആവശ്യമില്ലല്ലോ എന്നങ്ങ് വിധി എഴുതുമായിരിക്കും. വലിയൊരു റിസ്ക് ആണ് തരൂർ എടുത്തത്. തരൂർ അച്യുതാനന്ദൻ്റെ അടുത്തൊന്ന് ട്യൂഷന് പോയിട്ടുണ്ടാവണം. കാരണം ഉപതെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അച്യുതാനന്ദൻ്റെ അടുത്ത് മാത്രമാണോ അതോ EP ജയരാജൻ സഖാവിൻ്റെ അടുത്തും ട്യൂഷന് പോയിട്ടുണ്ടോ എന്ന് സംശയം തോന്നാം. ഉപതെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ സ്വന്തം പാർട്ടിയെ വെട്ടിലാക്കുന്ന ചില പ്രസ്താവനകൾ മുൻപ് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് സമയത്തും തിരുവല്ല ഉപതെരഞ്ഞെടുപ്പ് സമയത്തും ഒക്കെ VS അച്യുതാനന്ദന്റെ ഭാഗത്ത് സ്വന്തം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനകൾ നമ്മുടെ ചരിത്രബോധമുള്ളവർക്ക്, രാഷ്ട്രീയ ചരിത്രബോധമുള്ളവർക്ക് കാണാൻ പോയതും KK രമയെ കാണാൻ പോയത്, TP ചന്ദ്രശേഖരൻ 51 വെട്ട് കൊണ്ട ആളിന്റെ ഭാര്യയെ കാണാൻ പോയത് എത്രത്തോളം പ്രതിബന്ധമാണ് ഉണ്ടാക്കിയത് അറിയാം. അതുപോലെ EP ജയരാജൻ നടത്തിയ പ്രസ്താവന എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാക്കിയത് പാർട്ടിക്ക്. തരൂർ ആ ഒരു ലൈനിൽ തന്നെയാണ്. ആ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം രാവിലെ 10 മണിക്ക് പറയുകയാണ്, എന്നെ വിളിക്കാതെ ഇങ്ങനെ എനിക്ക് പോകാൻ സാധിക്കും, ഞാൻ വിദേശത്തായിരുന്നു, പക്ഷേ നാട്ടിൽ വന്നിട്ട് പോലും എനിക്കൊരു മിസ് കോൾ പോലും കിട്ടിയില്ല. അപ്പോൾ താരപ്രചാരകരുടെ ലിസ്റ്റിലൊക്കെ ഉണ്ട് 8ാം സ്ഥാനത്ത്. അത് സാരമില്ല, പക്ഷേ വിളിക്കണമല്ലോ. ഒരു ചോദ്യം ചോദിക്കാം, ഈ പ്രിയങ്ക ഗാന്ധിയെ വിളിച്ചിട്ടാണോ വന്നത്? അതെ, വിളിക്കാതെ വന്നില്ലല്ലോ. പ്രിയങ്ക ഗാന്ധി ഒരു ദിവസം പെട്ടെന്ന് വരികയായിരുന്നില്ല. പ്രിയങ്ക ഗാന്ധിയുടെ ടൂർ പ്രോഗ്രാം വയനാട് കൃത്യമായി, വയനാട് MP എന്നുള്ള നിലയിൽ മണ്ഡലത്തിൽ, നിലമ്പൂർ മണ്ഡലത്തിൽ കൃത്യമായ സമയവും നേരവും ഏതെല്ലാം മണ്ഡലങ്ങൾ, ഏതെല്ലാം സ്ഥലങ്ങളിൽ അഡ്രസ്സ് ചെയ്യണം, ആരെയെല്ലാം കാണണം, മുൻകൂട്ടി തീരുമാനിച്ചുറച്ചതാണല്ലോ. തരൂർ വലിയ നേതാവല്ലേ? പ്രിയങ്ക ഗാന്ധി 1 ടൈം MP അല്ലേ? തരൂർ 4 ടൈം MP അല്ലേ? വിഖ്യാതനായ ആളല്ലേ? അപ്പോൾ തരൂരിനെയൊക്കെ ക്ഷണിക്കണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ടൂർ അറേഞ്ച് ചെയ്യണം. തരൂറിൻ്റെ ഡേറ്റ് ഉണ്ടോ എന്ന് മുൻകൂട്ടി ചോദിക്കണം. 2 ദിവസമെങ്കിൽ 2 ദിവസം. അങ്ങനെ മാത്രമേ ഒരാൾക്ക് വരാനാവൂ. പിന്നെ തരൂർ വലിയ വീരനായതുകൊണ്ട് ക്ഷണിക്കാതെയും പോയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങളിലൊക്കെ പണ്ട് പോയിട്ടുണ്ട്. പണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തരൂർ ഇതാ പരിഗണിക്കപ്പെടുന്നു എന്ന പ്രതീതി ജനിച്ചപ്പോൾ, നിങ്ങൾ ചേട്ടന്മാർ വിളിച്ചില്ലേലും അനിയന്മാർ വിളിച്ചാൽ ഞാൻ പോയി മാമ ഉണ്ണും, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇതൊക്കെയാണ് തരൂർ പറഞ്ഞിരുന്നത് പണ്ട്. അത് തന്നെയാണ് തരൂർ ഇപ്പോഴും ആവർത്തിക്കുന്നത്. തരൂരിനെ മെരുക്കാനാവില്ല. വലിയ ആനയാണ്. ആനയെ ചട്ടം പഠിപ്പിക്കാൻ മാത്രം ഒന്നും കോൺഗ്രസ്സുകാർ വളർന്നിട്ടില്ല. തരൂരിന്റെ വലിപ്പത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. തരൂർ ഒരിടത്തും പോകാൻ പോകുന്നില്ല, കോൺഗ്രസിൽ തന്നെ കാണും. കോൺഗ്രസ് പാർട്ടിക്ക് പരമാവധി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് തരൂരിന്റെ മാർക്കറ്റ് വാല്യൂ. അത് BJP തിരിച്ചറിയുന്നു, മോദി തിരിച്ചറിയുന്നു, സംഘപരിവാർ നേതൃത്വം തിരിച്ചറിയുന്നു. അതുകൊണ്ട് സിവിലൈസേഷൻ ഇന്ത്യയെക്കുറിച്ച് തരൂർ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വെള്ളപൂശിയെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും തരൂരിനെ കൊണ്ട് തന്നെ ചെയ്യിക്കും. അതുകൊണ്ട് ഹിന്ദുത്വ, അല്ലെങ്കിൽ BJP ഉദ്ദേശിക്കുന്ന ഹിന്ദുത്വയുടെ ഒരു മൈൽഡ് ഫോം, ഹിന്ദുത്വ എന്ന രീതിയിലല്ല, ഒരു കൾച്ചറൽ നാഷണലിസത്തിന്റെ ഒരു സാംസ്കാരിക മുഖം കൂടി തരൂരിനെ കൊണ്ട് പറയിപ്പിച്ചു വെക്കുമ്പോൾ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ബോത്ത് BJP ആൻഡ് തരൂർ. അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.